കഴിഞ്ഞ നാളിൽ കൊച്ചിക്ക് പോയപ്പോൾ കൊച്ചുമകന് ഒരു പട്ടം വാങ്ങിയിരുന്നു. പട്ടം വാങ്ങിയ വിവരം പറഞ്ഞതു മുതൽ എന്നും രാവിലെ വിളിക്കും. എപ്പോഴാണ് പട്ടം പറത്താൻ വരിക, എവിടെയാണ് പട്ടം പറത്തേണ്ടത് എന്ന് പറഞ്ഞ ഈ ദിവസവും വിളിയാണ്. പൂജാ ഹോളിഡേയ്സ് നോക്കിയിരിക്കുകയായിരുന്നു പയ്യൻ. നേരം വെളുത്തില്ല, അതിക്ക് മുമ്പേ വിളി വന്നു. എന്നാൽ ഇന്ന് നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പട്ടം പറത്തണമെങ്കിൽ ബീച്ചിലൊക്കെയാണ് സൗകര്യം. പക്ഷേ അടുത്ത് നമ്മളെ സംബന്ധിച്ച് ഒരു പാർക്കുണ്ട്, നഗരവനം ചിൽഡ്രൻസ് പാർക്ക്. ഇത് വീട്ടൂർ നഗരവനം ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. വീട്ടൂർ ഫോറസ്റ്റിൻ്റെ തടി ഡിപ്പോയുമായി അനുബന്ധിച്ച് തുടങ്ങിയിരിക്കുന്ന വലിയൊരു വിശാലമായ ഒരു പാർക്കാണ് വീട്ടൂർ നഗരവനം ചിൽഡ്രൻസ് പാർക്ക്. കഴിഞ്ഞ ദിവസത്തെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരല്പം മഴയൊക്കെ നനഞ്ഞതുകൊണ്ട് ഒച്ചയ്ക്ക് ഒരല്പം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വോയിസ് ഒരു പക്ഷേ നിങ്ങൾക്ക് അരോസരമുണ്ടാക്കിയേക്കാം. അങ്ങനെ വീട്ടൂർ നഗരവനം ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഞങ്ങൾ ഇന്ന് കൊച്ചുമകനെ പട്ടം പറത്താനായിട്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ ഭാര്യ മാതാവുമുണ്ട്, ഭാര്യയുമുണ്ട്, ഞാനുമുണ്ട്. അവൻ്റെ സന്തോഷവും ആഹ്ലാദവും ഞങ്ങളെ സംബന്ധിച്ച് വലുതാണല്ലോ. എല്ലാവർക്കും പേരക്കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. അവരുടെ കളിയും ചിരിയും. ആ കൂട്ടത്തിൽ പ്രായമേറിയ ഭാര്യ മാതാവും കൂടിയുള്ളപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെയാണ്. 7-ലും 70-ലും ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് രണ്ടുപേർക്കും ഇതൊക്കെ ആകാംക്ഷയാണ്. കൊച്ചുകുട്ടികളുടെ ആകാംക്ഷയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടൂർ നഗരവനത്തിൻ്റെ കവാടവുമൊക്കെ കടന്ന് അവിടുത്തെ കഫ്റ്റീരിയയും എല്ലാം കണ്ട് മെല്ലെ മെല്ലെ പാർക്കിൻ്റെ അകത്തൂടെ മേളിലേക്ക് പോവുകയാണ്. നല്ല മനോഹരമായ വിശാലമായൊരു പാർക്കാണ്. മറ്റുള്ള പാർക്ക് പോലെയല്ല. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഫോറസ്റ്റ് ആണല്ലോ. ഫോറസ്റ്റിൻ്റെ തടിഡിപ്പോയായി കഴിയുമ്പോൾ സ്ഥലത്തിന് പരിമിതിയില്ല, യഥേഷ്ടം സ്ഥലങ്ങളുണ്ട്. തന്നെയുമല്ല അവിടെ നന്നായി പരിപാലിക്കുന്ന ജീവനക്കാരും എല്ലാ ചെടികൾക്കുമൊക്കെ നല്ല പച്ചപ്പും എല്ലാം നല്ല ഐശ്വര്യത്തോടെയാണ് അവ വളർത്തിക്കൊണ്ടുവരുന്നത്. തന്നെയുമല്ല വഴിയൊക്കെ നല്ല ടൈൽസ് ഇട്ട് അതിമനോഹരമാക്കി കുട്ടികളുടെ കളിക്കോപ്പുകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ വളരെ വിശാലമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു വെന്തി അമിതമായിട്ട് പൂത്തു നിൽക്കുന്നത് കാണുന്നത്. വെന്തിപ്പൂവൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടമുണ്ടെങ്കിലും എത്ര കണ്ടാലും മതി വരാത്ത ഒരു ചെടിയാണ് ഈ വെന്തി. എൻ്റെ ബാല്യത്തിൽ ഒരു വെന്തിത്തൈ മിക്കപ്പോഴും പറിച്ചു നടുമായിരുന്നു. അന്ന് പൂക്കളൊക്കെ നമുക്ക് കിട്ടിയാൽ അതിൻ്റെ അല്ലി പാകി തൈ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ പൂക്കളുടെ അല്ലി പാകിയാൽ തൈ ഉണ്ടാകില്ല. അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. ഭാര്യ മാതാവ് നടക്കാൻ അത്ര സ്പീഡില്ല. കൊച്ചുമകനും ഭാര്യയും നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഞാനും ആ കൂട്ടത്തിലേക്ക് നടന്നെത്തി ആ പാർക്കിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഏരിയയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ പോയി ഫോർട്ട് കൊച്ചിയിൽ നിന്നും വാങ്ങിയ ആ പട്ടത്തിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കൊച്ചുമകൻ അരയമ്പിഞ്ച് നടത്തുകയാണ്. അതിനുശേഷം വേണം ഇവന് ആഹ്ലാദം പങ്കിടാൻ. നമുക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരാഴ്ചയായി. വെക്കേഷൻ ആവട്ടെ, സ്കൂൾ അടയ്ക്കുമ്പോൾ നമുക്ക് പോകാം, നിന്നെ കൊണ്ടുപോകാം എന്ന് എപ്പോഴും പറയും. പക്ഷേ എന്നും രാവിലെ വിളിച്ച് എനിക്ക് പട്ടം പറത്തണമെന്ന് എപ്പോഴും പറഞ്ഞ് ശാഠ്യമായിരുന്നു. അങ്ങനെ ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്ത് അവന് പറപ്പിക്കാനുള്ള വള്ളിയുമൊക്കെ അതിനകത്ത് സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഇന്ത്യൻ നിർമ്മിതമല്ല, ചൈനീസ് നിർമ്മിതമാണ്. ചൈനക്കാരുടെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ. എല്ലാ സാധനങ്ങളും നമ്മൾ മരത്തിൽ കാണുന്നതിന് മുമ്പ് അവർ ആകാശത്ത് കാണുന്ന തരത്തിലേക്കാണ് അവരുടെ രീതികൾ. നമുക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം അവർ നമ്മുടെ വളരെ ചെറിയ റേറ്റിന് പാക്ക് ചെയ്ത് നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി എത്തിക്കാറുണ്ട്. അത് പറക്കുന്നത് കണ്ടാൽ ഒറിജിനൽ ചെമ്പരന്ത് പറക്കുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നും. അത്ര കലാപരമായിട്ടാണ് അതിൻ്റെ നിർമ്മാണം. ഒച്ച നന്നായിട്ട് പതറുന്നുണ്ട് എന്നെനിക്കറിയാം. എന്നാലും
എൻ്റെ ഈ വീഡിയോയിൽ അത്യാവശ്യം ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചകൾ കൊണ്ട് മാത്രം ഒന്നുമാവില്ലല്ലോ. എന്നെ സംബന്ധിച്ചും ഈ വിവരണങ്ങളും വിശദീകരണങ്ങളുമാണ് ഏറെ ഇഷ്ടം. കഴിഞ്ഞ ദിവസത്തെ മതിലിലെ ചെടിവെട്ടുമായി ബന്ധപ്പെട്ട് ഒരല്പം മഴ നനഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഒച്ചയടപ്പ് വന്നത്. എന്നാലും വിരോധമില്ല. അങ്ങനെ കൊച്ചുമകൻ പട്ടം ആഹ്ലാദത്തോടെ പറത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്നത് വഴുതി നിലത്ത് വീഴുന്നുണ്ട്. അവന് ഞാൻ അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ പറഞ്ഞു കൊടുത്തു. നമ്മൾ പട്ടം താഴ്ന്നു വരുമ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് അനക്കി കൊടുത്താൽ അവൻ ഉയർന്നു പോയിക്കൊള്ളും. ഭാര്യയും സഹായത്തിനുണ്ട്. അങ്ങനെ കുറേ നേരം പട്ടം പറത്തി. 3:45 4 മണി സമയമായിട്ടുള്ളൂ. നല്ല വെയിലുണ്ട്. വെയിലൊന്നും അവൻ അറിയുന്നത് പോലുമില്ല. കണ്ടില്ലേ, യഥാർത്ഥ ചെമ്പരുന്ത് പറക്കുന്നത് പോലെ തന്നെ നമുക്കത് അനുഭവപ്പെടുകയാണ്. ചൈനക്കാരുടെ പട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. അവർ ഓരോന്നും ഓരോ കലാപരമായി തന്നെ നിർമ്മിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുകയാണ്. പട്ടത്തിനെ പറിച്ച് പഠിപ്പിക്കുന്നതിനുള്ള ട്രെയിനിങ് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവൻ ഇടയ്ക്കിടയ്ക്ക് നൂലൊക്കെ അഴിച്ചുവിട്ട് പട്ടത്തെ നല്ല ഉയരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിൽ നടത്തിയപ്പോൾ ഇടയ്ക്ക് പട്ടം താഴ്ന്നു പറന്നു. ഭാര്യ അതെല്ലാം ഒരു തടിപ്പുറത്തിരുന്ന് കണ്ടാസ്വദിക്കുകയാണ്. എനിക്കും വല്ലാത്തൊരു ആഹ്ലാദം തോന്നി. കാരണം ബാല്യത്തിൽ നമ്മളൊക്കെ പട്ടമുണ്ടാക്കുന്നത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് പച്ച ഈർക്കിളി അതുപോലെ ചോറും എന്തെങ്കിലും പശയൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചായിരുന്നു പട്ടം പറത്തിയിരുന്നത്. അന്ന് വർണ്ണക്കടലാസൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ 5 10 15 പൈസയൊക്കെ ആര് തരാനാണ്? വീട്ടിലൊക്കെ ഒരുപാട് കൃഷിയുള്ള വീടാണെങ്കിലും പൈസയുടെ കാര്യത്തിൽ പുറകോട്ടായിരുന്നു. പൈസയായിട്ട് ആർക്കും ഒന്നും തരില്ല. ഭക്ഷണങ്ങളൊക്കെ യഥേഷ്ടമുണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഉത്സവപ്പറമ്പിലൊക്കെ പോയാൽ കയ്യിൽ കരുതിയിരിക്കുന്ന 3-ൻ്റെയും 1-ൻ്റെയും 2-ൻ്റെയും 5-ൻ്റെയും 10-ൻ്റെയും പൈസകളൊക്കെ നമ്മൾ സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങുമ്പോൾ തീർന്നു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ബലൂണുകളുമൊക്കെ യഥേഷ്ടം വാങ്ങാൻ നമുക്ക് കാശുണ്ടായിരുന്നില്ല. പിന്നീട് ഇച്ചിരി മുതിർന്നപ്പോൾ കശുവണ്ടി പറക്കി കൊണ്ടുപോയി വിറ്റുമൊക്കെയാണ് നമ്മൾ ഉത്സവം കൂടിയിരുന്നത്. ആ ഒരു കാലമൊക്കെ എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കളിപ്പാട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ കൊച്ചുമകനക്ക് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്കതുണ്ടാകുന്ന അനുഭൂതി ചില്ലറയല്ല. ആ ഒരു ബാല്യത്തിലേക്ക് നമ്മൾ സുന്ദരമായിട്ട് എത്തിപ്പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഈ പട്ടം പറത്താൻ വേണ്ടി മാത്രമായിട്ട് നഗരവനം ചിൽഡ്രൻസ് പാർക്ക് വീട്ടൂരിലേക്ക് ഞങ്ങൾ എത്തിയത്. ഈ കാണുന്ന കാഴ്ചകളും ഈ സന്തോഷവുമാണല്ലോ നമുക്കുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്. ഇതൊക്കെ നമ്മൾ ശരിക്കും ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തവർ സ്ക്രിപ്പ് ചെയ്ത് പോകാവുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. എന്നാൽ യൂട്യൂബ് ചാനലുകളിൽ ഒരുപാട് കോമാളിത്തരങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കോമാളിത്തങ്ങളൊന്നും ഞങ്ങൾ ഇടാറില്ല. പച്ചയായ യാഥാർത്ഥ്യങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ അതേപടി പകർത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് കണ്ടതിന് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുകയും ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം കാണാൻ സാധിക്കുമെന്ന് പറയട്ടെ. അതുപോലെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധമിത്രാദികൾക്കുമൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതും എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ പട്ടം പറത്തി മടുത്തു കഴിഞ്ഞപ്പോൾ നന്നായി ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചായയൊക്കെ കഴിക്കാമെന്നുള്ള കണ്ടീഷനിൽ കഫ്റ്റീരിയയിലേക്ക് ഞങ്ങൾ തിരികെ പോവുകയാണ്. അവൻ ആദ്യമേ തന്നെ ഓടി. അവൻ്റെ ആരോ ഒരു കൂട്ടുകാർ പാർക്കിലെത്തിയിട്ടുണ്ട് എന്ന് അവൻ അറിഞ്ഞു. ആ കൂട്ടുകാരനെ തേടി അദ്ദേഹം വിട്ടടിച്ചു പോയി. ഭാര്യമാതാവാണെങ്കിൽ മുകളിലെ കുന്നുംപുറത്തേക്ക് നടന്നെത്താൻ കഴിയാത്തതുകൊണ്ട് താഴെ അനേകം ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് ആസ്വദിച്ച് തണൽ ബെഞ്ചിൽ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ്
ഇവിടെയും ഈ ചിൽഡ്രൻസ് പാർക്കിലും ബന്ദി യഥേഷ്ടം കൃഷി ചെയ്തിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഓണമെല്ലാം കഴിഞ്ഞ് പൂക്കളൊക്കെ കൊഴിഞ്ഞ് കൃഷി കാര്യമായി വിജയിച്ചില്ല എന്ന് തോന്നുന്നു. എന്നാലും പൂക്കൾക്ക് നല്ല ഭംഗി തന്നെയുണ്ട്. ഞാനും മുകളിൽ നിന്ന് വന്നിറങ്ങി താഴെ കുട്ടികളുടെ കളിക്കോപ്പും അതുപോലെ സ്കേറ്റിങ്ങും ഊഞ്ഞാലുമൊക്കെ കണ്ട് ആസ്വദിക്കാനായി ഇറങ്ങിത്തിരിക്കുകയാണ്. പാർക്കിൽ അങ്ങിങ്ങായി നല്ല മനോഹരമായ പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ടുള്ളൂ പാർക്ക് തുടങ്ങിയിട്ട്. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ വളരെ ഡെവലപ്പായിട്ട് ഈ പാർക്ക് മൂവാറ്റുപുഴക്കാരുടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് മൂവാറ്റുപുഴ ടൗണിൽ നിന്നും എറണാകുളം കാക്കനാട് റൂട്ടിൽ പോകുമ്പോൾ 7 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ വീട്ടൂർ നഗരവനം ചിൽഡ്രൻസ് പാർക്ക്. അതാദ്യമേ ഞാൻ പറഞ്ഞില്ല. മൂവാറ്റുപുഴയിൽ നിന്നും 15 മിനിറ്റ് യാത്ര കൊണ്ട് ഈ വീട്ടൂർ നഗരവനത്തിൽ എത്തിച്ചേരാം. ഭാര്യമാതാവും ഭാര്യയും ചാരുബെഞ്ചിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിക്കുന്നതും കണ്ടങ്ങനെ ഇരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒന്ന് ചുറ്റുവട്ടം നടന്ന് നമ്മുടെ കൊച്ചുമകൻ ഏത് ഊഞ്ഞാലിലാണോ എവിടെയാണോ കളിക്കുന്നത് എന്നറിയാൻ ചുറ്റി നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാരനെ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ അവൻ കൂട്ടുകാരനൊത്ത് ആടിപ്പാടി ഊഞ്ഞാലാടി നടക്കുന്നത്. കൊച്ചുകുട്ടിയും മുതിർന്നയാളും അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ സന്തോഷം നമുക്കെന്താണ് വേണ്ടത്? കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും നമ്മൾ മാക്സിമം ആസ്വദിപ്പിക്കണം. കാരണം കൊച്ചുകുട്ടികൾക്ക് ആകാംക്ഷയും മുതിർന്ന പ്രായമേറിയവർക്ക് ഇത്തരം കാഴ്ചകൾ ഇനിയും കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള വലിയ സന്തോഷവുമുണ്ട്. ഈ 2 സന്തോഷങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒരർത്ഥം വരുന്നത്. അതല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രം ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ കൊച്ചു വിനോദങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ കുട്ടികളെയും നമ്മുടെ പ്രായമേറിയ മുതിർന്നവരെയും അവർക്ക് വയ്യായിക വരുന്നത് വരെ അവരെ നമ്മൾ കൊണ്ടു നടക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പച്ചപ്പാണൻ്റെ സന്തോഷം ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ നിങ്ങളിലേക്ക് ദിനം പ്രതി എന്നോണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇങ്ങനെ വീട്ടൂർ നഗരവനം ചിൽഡ്രൻസ് പാർക്കിൽ ഒതുങ്ങുകയാണ്. അങ്ങനെ വൈകുന്നേരം സമയം 5, 5:30, 6 മണിയോടടുക്കുകയാണ്. വെയിൽ മങ്ങിത്തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പാർക്കിനോട് സലാം പറഞ്ഞ് വിട പറയുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അതിനുശേഷം നമുക്ക് ദിനചര്യകളും കാര്യങ്ങളും വേറെയുണ്ടല്ലോ. വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടും നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഏറെ ഇഷ്ടപ്പെടുന്നു. എന്തായാലും ഇത്രയും നാളുകളായിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ആരും എനിക്ക് തന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ എഴുതാവുന്നതാണ്. നിങ്ങൾ തുറന്നെഴുതുമ്പോഴാണ് ഇതിൻ്റെ പോരായ്മകൾ, എൻ്റെ ചാനലിനെ കുറിച്ചുള്ള പോരായ്മകൾ എനിക്ക് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. പച്ചപ്പാണിൻ്റെ സന്തോഷം അങ്ങനെ വീട്ടൂരിൻ്റെ പച്ചപ്പും എല്ലാം കവർന്നെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും, നല്ലവരായ സപ്പോർട്ടേഴ്സിനും നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.